കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്വരാക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പഠിച്ചു. ഇന്ന് നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ ടൈപ്പ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരുപാട് സമയം കളയുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. വ്യഞ്ജനാക്ഷരങ്ങളിൽ ആദ്യത്തേത് ക, ഇഖ, ഗ, ഇഘ, ങ. അതിൽ നമുക്ക് ക കിട്ടുന്നതിന് നമ്മുടെ കീബോർഡിലുള്ള കെ എന്ന അക്ഷരം പ്രസ് ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെ അതേ കെയിൽ ഷിഫ്റ്റ് ഞെക്കി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇഖ എന്ന അക്ഷരം നമുക്ക് കിട്ടും. അടുത്തത് ഗ, അതിന് നമുക്ക് ഐ എന്ന അക്ഷരം പ്രസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഷിഫ്റ്റ് ഞെക്കി ഐയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇഖ. അതുപോലെ ഷിഫ്റ്റ് യു, ങ. ഞാൻ ഒന്നുകൂടെ പറയാം. കെ, ഷിഫ്റ്റ് കെ, ഐ, ഷിഫ്റ്റ് ഐ, ഷിഫ്റ്റ് യു. അടുത്തത് ഛ, ഇച്ച, ജ, ഇജ, ഞ. ച എന്ന അക്ഷരം നമുക്ക് കിട്ടുന്നതിന് കോളൻ എന്ന് പറയുന്ന കീ, അതായത് രണ്ട് കുത്തും ഒരു കുത്തും കോമായും കൊടുത്തിരിക്കുന്ന കീ, കോളൻ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ച എന്ന അക്ഷരം നമുക്ക് കിട്ടും. ഷിഫ്റ്റ് കോളൻ പ്രസ് ചെയ്താൽ ഇച്ഛ, പി പ്രസ് ചെയ്താൽ ജ, ഷിഫ്റ്റ് പി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇച്ഛ, ഷിഫ്റ്റ് ഡബിൾ ബ്രാക്കറ്റ് കീ പ്രസ് ചെയ്താൽ ഞ. ഒന്നുകൂടി പറയാം. കോളൻ, ഷിഫ്റ്റ് കോളൻ, പി, ഷിഫ്റ്റ് പി, ഷിഫ്റ്റ് ഡബിൾ ബ്രാക്കറ്റ്. അടുത്തത് ട, ഇഠ, ഡ, ഇഢ, ണ. ട എന്ന അക്ഷരം കിട്ടുന്നതിന് ഇൻവെർട്ടഡ് കോമാസിൻ്റെ ഒരു കീ ഉണ്ട്. ആ ഇൻവെർട്ടഡ് കോമാസിൻ്റെ കീയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ട കിട്ടും. ഷിഫ്റ്റ് ഇൻവെർട്ടഡ് കോമാസ് പ്രസ് ചെയ്താൽ ഇഢ. അതുപോലെ ലെഫ്റ്റ് ഡബിൾ ബ്രാക്കറ്റ് പ്രസ് ചെയ്താൽ ഡ, ഷിഫ്റ്റ് ലെഫ്റ്റ് ഡബിൾ ബ്രാക്കറ്റ് പ്രസ് ചെയ്താൽ ഇഢ, ഷിഫ്റ്റ് സി പ്രസ് ചെയ്താൽ ണ. ഒന്നുകൂടി പറയാം. ഇൻവെർട്ടഡ് കോമാസ്, ഷിഫ്റ്റ് ഇൻവെർട്ടഡ് കോമാസ്, ലെഫ്റ്റ് ഡബിൾ ബ്രാക്കറ്റ്, ഷിഫ്റ്റ് ലെഫ്റ്റ് ഡബിൾ ബ്രാക്കറ്റ്, ഷിഫ്റ്റ് സി. അടുത്ത ലെറ്റേഴ്സ് ത, ഇത്ത, ധ, ഇധ, ന. ത കിട്ടുന്നതിന് എൽ, എൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ത കിട്ടും. ഷിഫ്റ്റ് എൽ പ്രസ് ചെയ്താൽ ഇധ, ഒ പ്രസ് ചെയ്താൽ ധ, ഷിഫ്റ്റ് ഒ പ്രസ് ചെയ്താൽ ഇധ, വി പ്രസ് ചെയ്താൽ ന. ഒരു പ്രാവശ്യം കൂടി പറയാം. എൽ, ഷിഫ്റ്റ് എൽ, ഒ, ഷിഫ്റ്റ് ഒ, വി. അടുത്തത് പ, ഇപ്പ, ഭ, ഇഭ, മ. പ എന്ന അക്ഷരം കിട്ടുന്നതിന് എച്ച്, ഷിഫ്റ്റ് എച്ച്, ഇഭ, വൈ, ബ, ഷിഫ്റ്റ് വൈ, ഇഭ, സി, മ. ഒരു തവണ കൂടി കാണിച്ചു തരാം. എച്ച്, ഷിഫ്റ്റ് എച്ച്, വൈ, ഷിഫ്റ്റ് വൈ, സി. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങൾ. ഈ വ്യഞ്ജനാക്ഷരങ്ങൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് സ്വരാക്ഷരങ്ങൾ എങ്ങനെ കിട്ടുന്നു എന്ന് ചെയ്തിരിക്കുന്ന വീഡിയോ കാണുന്നത് വളരെ നന്നായിരിക്കും. കാരണം അതിലാണ് നമ്മൾ ISM ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട്
ആദ്യത്തെ വീഡിയോ കഴിവതും എല്ലാവരും കാണാൻ ശ്രമിക്കുക. അതിനുശേഷം ഈ വീഡിയോ കാണുന്നതായിരിക്കും കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നതിന് സഹായിക്കുക. എല്ലാ അക്ഷരങ്ങളും ഞാൻ ഒരിക്കൽ കൂടി കാണിച്ചു തരാം. കെ, ഷിഫ്റ്റ് കെ, ഐ, ഷിഫ്റ്റ് ഐ, ഷിഫ്റ്റ് യു, കോളൻ, ഷിഫ്റ്റ് കോളൻ, പി, ഷിഫ്റ്റ് പി, ഷിഫ്റ്റ് ഡബിൾ ബ്രാക്കറ്റ്, ഇൻവേർട്ടഡ് കോമാസ്, ഷിഫ്റ്റ് ഇൻവേർട്ടഡ് കോമാസ്, ലെഫ്റ്റ് ഡബിൾ ബ്രാക്കറ്റ്, ഷിഫ്റ്റ് ലെഫ്റ്റ് ഡബിൾ ബ്രാക്കറ്റ്, ഷിഫ്റ്റ് സി, എൽ, ഷിഫ്റ്റ് എൽ, ഒ, ഷിഫ്റ്റ് ഒ, വി, എച്ച്, ഷിഫ്റ്റ് എച്ച്, വൈ, ഷിഫ്റ്റ് വൈ, സി. അപ്പോൾ ഇന്നത്തെ വീഡിയോയും എല്ലാവർക്കും പ്രയോജനപ്രദമായെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ അക്ഷരങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കാണാം. അപ്പോൾ പതിവ് പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം.